ഞങ്ങൾക്ക് ലവ് ബേഡ്സിനെ വളർത്തേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിറയെ കിളികൾ ഈ ബോഗൺവില്ലയുടെ ഉള്ളിൽ വന്നിരിക്കും. ഇത് കാണുന്നവരെല്ലാവരും ചോദിക്കും ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്, ഏത് നഴ്സറിയിൽ നിന്നാണ്. ഇതുമ്പോൾ 10 മാസം പൂവുണ്ടാവും. ഒരു പൂ കഴിയുന്നതിന് മുമ്പേ അടുത്തത് പൂക്കുണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്കായാലും കുട്ടികളെ ആയാലും ഒരു പരിധി വരെ അവരുടെ ഇഷ്ടത്തിന് അവർ നമ്മൾ വിടണം. അല്ലാതെ ഒരു ചെടി നട്ടു അപ്പം തന്നെ അതിനെ പറിച്ച് വേറെ സ്ഥലത്തേക്ക് നട്ടു പിന്നെ കുറേ അധികം വളം കൊടുത്തു, കുറേ അധികം വെള്ളം കൊടുത്തു, നന്നാവില്ല. അവരുടെ ഇഷ്ടത്തിന് കുറച്ച് വിട്ടുണ്ടെങ്കിൽ അവർ സ്വയം നന്നായി വന്നോളും. ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ ഗ്രാസാണെന്ന് തോന്നുന്നുണ്ട്. പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂക്കളില്ലാതും ചെടികളൊന്നും ഇല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എനർജി തരുന്നൊരു സംഭവമാണ് ഈ ചെടികൾ. രാവിലെ ഞാൻ നനയ്ക്കാൻ ഇറങ്ങുമ്പോൾ നിറയെ പക്ഷികളുണ്ടാവും. പുല്ലിനകത്ത് ചെറിയ പ്രാണികളൊക്കെ പിടിച്ചു തിന്നാനായിട്ട് കൊക്ക്, മൈന, കുറേ കിളികൾ വരാറുണ്ട്. എൻ്റെ പേര് ആൻ്റണി എന്നാണ്. ഞങ്ങൾക്ക് ട്രഡീഷണലായിട്ട് ആയുർവേദ മരുന്നിൻ്റെ ബിസിനസ്സാണ്. 30 വർഷമായി ഞങ്ങളിവിടെ താമസാക്കിയിട്ട്. ഫുഡിൻ്റെ ഒരു കമ്പനീൻ്റെ മക്കൾ 2 ബിസിനസ് നോക്കുന്നത്. എൻ്റെ പേര് എൽസി. തൃശ്ശൂർ ജില്ലയിൽ നെല്ലായിയാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത്. 30 വർഷമായി ഇവിടേക്ക് താമസം മാറ്റിയിട്ട്. അന്നേ തുടങ്ങിയ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അന്നത്തെ എൻജിനീയർ ഒരു ഔട്ട്ലൈൻ വരച്ച് തന്നായിരുന്നു ആദ്യമേ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ആദ്യം മെക്സിക്കൻ ഗ്രാസ് ആയിരുന്നു, പിന്നെ ബഫല്ലോ ഗ്രാസ് വെച്ച് നോക്കി. ഇതൊക്കെ പറ്റാണ്ട് മൊണ്ടോ ഗ്രാസ്, അതെനിക്കിപ്പോൾ സൂട്ടായി.